ഒറ്റ കാര്യം കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം. ദത്താത്രേയ ഹോസബോളെ എത്ര പേരെ കാണാറുണ്ട്? നിങ്ങൾ ആരെയും കാണുന്നതായി കേട്ടിട്ടുണ്ടോ? നിങ്ങൾ RSSന്റെ സർക്കാര്യവാഹക് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷ, നമ്മുടെ ഭാഷയിൽ, ആധുനിക ഭാഷയിൽ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി ജനറൽ. ഏറ്റവും വലിയൊരു സംഘടനയാണത്. ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി എത്ര പേരെ കാണാറുണ്ട്? നിങ്ങൾക്കറിയാവോ? കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് അറിയാവോ എത്ര പേരെ കാണാൻ വേണ്ടി സന്നദ്ധരാവാറുണ്ട്? RSS വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. നിങ്ങൾക്ക് അങ്ങനെ പോയി കാണാനൊന്നും കഴിയില്ല. നിങ്ങൾ MN വിജയമാഷ് മുമ്പൊരിക്കൽ ഒരു പ്രസംഗത്തിൽ, ഒന്നിലധികം പ്രസംഗങ്ങളിൽ പറഞ്ഞ കാര്യമുണ്ട്. 40കളുടെ ഒടുവിൽ, 50കളുടെ തുടക്കത്തിൽ ഒരു വിദേശ പത്രപ്രവർത്തകർ നാഗ്പൂരിൽ പോയിട്ട് ഞങ്ങൾക്കൊരു ഇന്റർവ്യൂ തരണം, നിങ്ങളെ ഞങ്ങൾ പ്രസിദ്ധമാക്കാന്ന് പറഞ്ഞപ്പോൾ അന്ന് അവിടെ സംഘം അവരോട് പറഞ്ഞ മറുപടി, ഞങ്ങളത് 2 വെടിയുണ്ട കൊണ്ട് വളരെ നിസ്സാരമായി സാധിച്ചതാണ് ഈ ലോകപ്രസിദ്ധി എന്നുള്ളത്. അങ്ങനെ ഒരു സംഘടനയാണത്. ദത്താത്രേയ ഹോസ്പിറ്റലുകളെ നിങ്ങൾക്ക് പോയി കാണാൻ കഴിയില്ല. ഇപ്പൊ നിങ്ങളൊന്ന് പോയി നോക്കിയാട്ടെ, കേരളത്തിലെ വലിയ മാധ്യമപ്രവർത്തകർ ആരെങ്കിലും പോയി നോക്കട്ടെ, ഒരു അഭിമുഖം വേണമെന്ന് പറഞ്ഞിട്ട് കിട്ടുകയില്ല. പക്ഷെ അജിത് കുമാറിനെ കണ്ടിട്ടുണ്ട്. അജിത് കുമാർ സമ്മതിക്കുന്നുണ്ട്. നമുക്കറിയാലോ അയാൾ സംഭവിച്ച കാര്യമാണ്, ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അതാണ് അയാൾക്ക് ഈ കൂടിക്കാഴ്ച അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. നിഷാദെ, കേരളത്തിലെ മാധ്യമപ്രവർത്തകരൊക്കെ ഈ സ്ഥലത്തുവാ, അതാണ് ഞാൻ പറഞ്ഞത്. അത് ബന്ധത്തിന്റെ തെളിവാണ്. അജിത് കുമാറിന് എന്ത് നേടാനാ ദത്താത്രേയ ഹോസ്പിറ്റലുകളെ കാണേണ്ടത്? എന്താവശ്യത്തിനാ? അയാളെന്താ IPS ഇനി അയാൾക്കുള്ള പ്രൊമോഷൻ ഒന്നും കിട്ടൂലേ? തടഞ്ഞു വെക്കൂലേ? അയാള് ഈ പറയുന്ന സെൻട്രൽ സർവീസ്, ഈ പറയുന്ന പേഴ്സണൽ ഇതിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനല്ലേ? അയാള് സീനിയർ ആയിട്ടുള്ള ഒരു IPS ഓഫീസർക്ക് ദത്താത്രേയ ഹോസ്പിറ്റലിനെ പോലെ ഒരു RSSന്റെ ഡെപ്യൂട്ടി ചീഫ് സമയം അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിൽ വലിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടോ എന്ന സ്വാഭാവികമായ സംശയം അവിടെ നിർത്തുകയാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് ശ്രീ ഉമേഷ് ബാബു ചൂണ്ടിക്കാണിക്കുന്നത്.